മിശിഹായിൽ തൻ്റെ കുടുംബവും സ്വത്തും സമ്പാദ്യവും ആരോഗ്യവുമെല്ലാം നഷ്ടപ്പെട്ട് വ്രണ ബാധിച്ച് ചാരത്തിലിരുന്ന് കയ്യിൽ കെട്ടിയ ഒരു ഓട്ടുകഷ്ണവുമായി ചുരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തോട് പരാതിപ്പെടുകയാണ്. ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ദൈവം അവന് മറുപടിയൊന്നും നൽകുന്നില്ല, മറിച്ച് അവനോട് തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ആ ചോദ്യത്തിന് ശേഷം ജോബ് മറ്റൊന്നും പറയുന്നില്ല. അവിടെ പിന്നെ പരാതികളില്ല, മറിച്ച് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന ദൈവത്തിൻ്റെ സ്തുതികൾ മാത്രമാണ് അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ദൃശ്യം വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. കാൽവരിയിലെ കുരിശിൽ ഏൽ ഏൽ ലമാ സബക്താനി, മൈ ലോർഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ. എന്റെ ദൈവമേ എന്തിന് നീ എന്നെ കൈവിട്ടു? മനുഷ്യപുത്രൻ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ കുരിശിൽ തൂങ്ങപ്പെട്ട് വിലപിക്കുകയാണ്. അവിടെയും സ്വർഗം മറുപടിയൊന്നും നൽകുന്നില്ല. സ്വർഗം അവിടെ മൗനം ഭജിക്കുകയാണ്. വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് the most aggressive silence from a father, ഏറ്റവും ക്രൂരമായ ഒരു മൗനം പിതാവിന്റെ പക്കൽ നിന്നും, a deafening silence from the heavenly realm എന്നൊക്കെയാണ്. മനുഷ്യപുത്രൻ ഈ നിശബ്ദതയിൽ നിന്നും ദൈവം അവനായി തിരഞ്ഞു വെച്ചിരുന്ന ആ സത്യം മനസ്സിലാക്കി. സഹനത്തിലൂടെ മാത്രം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പൂർത്തീകരിക്കുവാനായിട്ട് ഇഷ്ടമുള്ള ചിലതൊക്കെ ഉണ്ട്. ചില പദ്ധതികൾ, ചില സ്വപ്നങ്ങൾ ദൈവത്തിനുണ്ട്. ഈ ബോധ്യം ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടെന്ന വണ്ണമായിരിക്കണം വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ജീവിതത്തിൽ കർമ്മല മലയിലേക്ക് പറിച്ചു നടപ്പെട്ട ആ അവസരത്തിൽ പറഞ്ഞത്, കർമ്മലയിലെ കുരിശിന്റെ തണലിൽ ഞാൻ തഴച്ചു വളരുമെന്ന്. ഈ ബോധ്യത്തോടെയാകണം കർമ്മല മഠത്തിൽ ചേർന്ന് അവള് സഹനങ്ങളെ വാരി പുണർന്നതും. കുരിശിൽ പാടുപീഡകളേറ്റ് മരിച്ച സഹനങ്ങളുടെ തമ്പുരാനായ ക്രിസ്തുവിന്റെ മണവാട്ടിയായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നേരിടേണ്ടി വന്നിരുന്ന സഹനങ്ങളുടെ മുഹൂർത്തങ്ങൾ
തൻ്റെ സ്വർഗീയ മണവാളനെ മുഖാഭിമുഖം ദർശിക്കുവാനുള്ള ചില അസുലഭ നിമിഷങ്ങൾ മാത്രമായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുക, ഈ ഒരു മനോഭാവമാണ് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ സഹനങ്ങളെയും ചെറുപുഞ്ചിരിയോടുകൂടി നേരിടുവാനായിട്ട് അവളെ പ്രാപ്തിയാക്കിയത്. അവളുടെ ആത്മകഥയിൽ വളരെ മനോഹരമായി അവൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ബാഹ്യവും ആന്തരികവുമായ ക്ലേശങ്ങളുടെ മൂസയിൽ എൻ്റെ ആത്മാവിന് പകത വന്നിട്ടുണ്ട്. എന്തൊക്കെയാ ഈ ബാഹ്യവും ആന്തരികവുമായ ക്ലേശങ്ങളുടെ മൂസ? വളരെ ചെറുപ്പത്തിൽ തന്നെ മാറാരോഗിയായി, അമ്മച്ചിയുടെ മരണം, വിഷാദ രോഗത്തിന് അടിമപ്പെടുന്ന അവസ്ഥ, അപ്പച്ചൻ്റെ മരണം, ചേച്ചിമാരുടെ മഠത്തിലേക്കുള്ള യാത്ര, അതിനുശേഷം മഠത്തിൽ ചേർന്ന് അവിടെ അസുഖകരമായ സംഭവങ്ങൾ, ക്ഷയരോഗം, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ. ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളെല്ലാം വിശുദ്ധ കൊച്ചുത്രേസ്യയെ ക്രിസ്തുവുമായിട്ട് അനുരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സഹനങ്ങളുടെ തമ്പുരാനായ ക്രിസ്തു അവളെ തൻ്റെ സ്വർഗീയ മണവാട്ടിയാക്കി തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിടവകയിൽ എല്ലാ ദിവസവും തന്നെ വചന വായനയ്ക്കും വിചിന്തനത്തിനുമൊക്കെയായിട്ട് ഒരുമിച്ച് കൂടുന്ന കുറച്ച് കുടുംബനാഥന്മാരുണ്ടായിരുന്നു. ഈ കുടുംബനാഥന്മാരൊരിക്കൽ ഒരുമിച്ച് കൂടി മലാഖിയുടെ പുസ്തകം വായിക്കുന്നു. പഴയ നിയമത്തിലെ അവസാന ഗ്രന്ഥമായ മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവം ലേവിയുടെ പുത്രന്മാരെ സ്വർണവും വെള്ളിയും ശുദ്ധി ചെയ്യുന്നത് പോലെ ശുദ്ധി ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ, ഇത് എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കുവാനൊക്കെയായിട്ട് ഈ കുടുംബനാഥന്മാർ ഈ ഉപമയുമായി ഒരു വെള്ളിപ്പണിക്കാരനെ സമീപിക്കുകയാണ്. വെള്ളിപ്പണിക്കാരനെ സമീപിച്ച് ഈ വെള്ളി ശുദ്ധി ചെയ്യുന്ന പ്രക്രിയ എപ്രകാരമാണ് എന്ന് ആ മനുഷ്യനോട് ചോദിച്ചു. അപ്പോൾ വെള്ളി ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അയാൾ പറഞ്ഞു, താപം കൊണ്ടൊക്കെയുള്ള പ്രവൃത്തിയല്ലേ, ഒത്തിരി ശ്രദ്ധ വേണം. കാരണം നേരിയ വ്യതിയാനങ്ങൾ പോലും ഈ വെള്ളിയുടെ മൂല്യത്തെ ശോഷിപ്പിക്കും. അതിനാൽ ഈ വെള്ളിപ്പണിക്കാരൻ ഈ ചൂളയുടെ അടുത്തിരുന്ന് തന്നെ വേണം ഇത് ശുദ്ധി ചെയ്തെടുക്കുവാൻ. ഇപ്പോൾ ഈ കുടുംബനാഥന്മാർക്ക് മനസ്സിലായി, മലാക്കി പ്രവാചകൻ പുത്രനായ ക്രിസ്തുവും പിതാവായ ദൈവവും തമ്മിൽ ഉള്ള നിരന്തരമായ ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്ന്. മറ്റൊന്നുകൂടി മനസ്സിലായി, ദൈവം സഹനങ്ങളുടെ നിമിഷത്തിൽ നമ്മളെ തനിച്ചാക്കി മാറിപ്പോകുന്നില്ല, മറിച്ച് നമ്മുടെ സഹനങ്ങളുടെ സമീപത്ത് നിന്നുകൊണ്ട് തന്നെ ആ സഹന ചൂളയിലെ താപം ഏറ്റുവാങ്ങുന്നുണ്ട് എന്ന് മനസ്സിലായി. വെള്ളിപ്പണിക്കാരന് നന്ദിയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് വെള്ളിപ്പണിക്കാരൻ ഇതുകൂടി കൂട്ടിച്ചേർത്തു, വെള്ളിശുദ്ധി ചെയ്യുന്ന പ്രക്രിയ പൂർത്തിയാകുന്നത് വെള്ളിപ്പണിക്കാരൻ്റെ മുഖം ഈ വെള്ളി കഷ്ണത്തിൽ പ്രതിഫലിക്കുമ്പോൾ മാത്രമാണ്. അത് എപ്പോൾ അവൻ്റെ മുഖം എപ്പോൾ പ്രതിഫലിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് ഈ പ്രക്രിയ അവസാനിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പുത്രനുമായുമുള്ള ബന്ധം എപ്രകാരമായിരുന്നുവെന്ന് ഈ കുടുംബനാഥന്മാർക്ക് മനസ്സിലായി. സഹനങ്ങളുടെ എരുതിയിൽ അമരുമ്പോഴും കുരിശിൻ്റെ തണലിൽ നിന്ന് സഹനങ്ങളെ നേരിടുകയാണെങ്കിൽ
അതിനെ നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കുമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ സഹനങ്ങളെ കുരിശിൻ്റെ തണലിൽ നിന്ന് നേരിട്ട ഒരമ്മയെ എനിക്കറിയാം. ഡൽഹി വിദ്യാജ്യോതി സെമിനാരിയിൽ 2ാം വർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് സ്റ്റാലിൻ ബ്രിട്ടോ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്നേഹിതൻ ആശുപത്രിയിലാകുന്നത്. എല്ലാ ദിവസവും വയറിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവനെ അലട്ടിയിരുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്ഥിരം അവനെ കളിയാക്കുമായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നൊരു ദിവസം ഇവൻ ആശുപത്രിയിലാവുകയും ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവൻ്റെ രോഗം നിർണയിക്കുകയും ചെയ്തു. ലങ് ക്യാൻസർ. ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരുന്ന ഈ അവസരങ്ങളിലെല്ലാം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെല്ലാം, ക്യാൻസർ എന്ന മഹാരോഗം അവൻ്റെ ലങ്സിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 3 ആഴ്ച കൂടി മാത്രമേ അവൻ ജീവിച്ചിരുന്നുള്ളൂ. അവസാനം ഒരു ജനുവരി മാസം ഇവൻ്റെ മൃതദേഹവുമായിട്ട് എയിംസ് ഹോസ്പിറ്റലിൽ നിന്നും ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് വന്നിരുന്ന ഞങ്ങളെ കാത്ത് ആ പള്ളിയുടെ വാതിൽക്കൽ അവൻ്റെ അമ്മ നിന്നിരുന്നു. പരസ്പരം ബന്ധമില്ലാതെ തമിഴിൽ പിച്ചും പെയ്യും പറയുന്ന ഒരമ്മ. ഇവൻ്റെ മൃതദേഹം കണ്ട് ഈ അമ്മ വാവിട്ട് കരയുകയാണ്. ആർക്ക് ഈ അമ്മയെ ഒന്ന് സാന്ത്വനിപ്പിക്കാനായിട്ട് സാധിക്കും? 1-2 വർഷങ്ങൾക്ക് ഉള്ളിൽ കർത്താവിൻ്റെ അൾത്താരയിലെ തിളങ്ങുന്ന കുർബാന കുപ്പായവുമൊക്കെ ഇട്ട് മെഴുകുതിരി കാലുകൾക്ക് നടുവിൽ ക്രിസ്തുവിൻ്റെ കുർബാന അർപ്പിക്കേണ്ട തൻ്റെ മകൻ വെളുത്ത ലില്ലിപ്പൂക്കളാൽ അലങ്കൃതമായ ഈ ശവമഞ്ചത്തിനുള്ളിൽ ചലനമറ്റ് കിടക്കുന്നു. ആരും ആ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ പോലും മുതിർന്നില്ല. ഇവന്റെ ശരീരം ദേവാലയത്തിനുള്ളിലേക്ക് സംവഹിക്കപ്പെട്ടു. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. ഈ അമ്മ പെട്ടെന്ന് നിശബ്ദയായി ദേവാലയത്തിനുള്ളിൽ വലതുവശത്ത് സ്ഥാപിതമായിരിക്കുന്ന വലിയ കുരിശു രൂപത്തിൽ കണ്ണു നട്ട് ഇരുന്നു. ഒരു നിമിഷം ഞങ്ങളെല്ലാം ചിന്തിച്ചു. കുരിശിൽ നിന്നും ഈ അമ്മ മകന്റെ വേർപാടിൻ്റെ അർത്ഥം മനസ്സിലാക്കി. അതിനുശേഷം അവിടെ പരാതിയുടെ അലമുറകളില്ലായിരുന്നു. കുരിശിന്റെ ചുവട്ടില് ക്രിസ്തുവിന്റെ മൃതദേഹവുമായിട്ട് മൗനിയായി, ജ്ഞാനിയായി, നിശബ്ദയായിരുന്ന അമ്മ മറിയത്തെ പോലെ ഈ അമ്മയും ഇരുന്നു. സ്നേഹമുള്ളവരെ, സ്വന്തം സഹനങ്ങളെ കുരിശിന്റെ തണലിൽ നിന്നും സ്വീകരിക്കുവാനും അതിനെ വാരിപ്പുണരുവാനും ധ്യാനിക്കുവാനും അത് മറ്റുള്ളവർക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി കാഴ്ചവെക്കുവാനും സാധിച്ചതിനാലാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ സഹനങ്ങളെ വിശുദ്ധിയിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റിത്തീർത്തത്. സഹനങ്ങളെ അവള് വിശുദ്ധിയിലേക്ക് കയറി ചെല്ലുവാനുള്ള ചവിട്ടുപടികളാക്കി മാറ്റി. സഹനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ തിയോളജി പ്രൊഫസറായിരുന്ന വാലൻ ആന്റണി എന്ന് പറയുന്ന അച്ഛൻ ഇങ്ങനെ പറയുമായിരുന്നു: Suffering is like manure. It smells shit at times, we know. But when it is processed well, when it is applied well, it can produce beautiful flowers. വിശുദ്ധ കൊച്ചുത്രേസ്യയും ഇതുതന്നെയാണ് ചെയ്തത്. ചെറുപുഷ്പമായിരുന്ന അവള് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സഹനങ്ങളെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഉപയോഗിച്ചു. അതിനെ പ്രോസസ്സ് ചെയ്തു, അതിനെ അപ്ലൈ ചെയ്തു. അതിന് അവൾക്ക് വിശുദ്ധിയുടെ പരിവേഷം നൽകുകയും ചെയ്തു. അവള് സ്വർഗത്തിൽ ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്ന റോസാപുഷ്പങ്ങളായിട്ട് മാറുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, എല്ലാ സഹനങ്ങളും പ്രതിഫലം അർഹിക്കുന്നില്ല.
Only a willful surrender to suffering is rewarded, as Job was rewarded, as Christ was rewarded, as Therese was rewarded, as some of us are rewarded in our day-to-day lives. അതിനാൽ സഹനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളെ പരാതി കൂടാതെ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹനങ്ങളുടെ തമ്പുരാനായ ക്രിസ്തു സഹനപുഷ്പമായ വിശുദ്ധ കൊച്ചുത്രേസ്യയിലൂടെ ആ അനുഗ്രഹം നമുക്ക് തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.